ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരുവിധം ആർക്കും കയ്പ്പയ്ക്ക ഇഷ്ടമുണ്ടാവില്ല. കയ്പ്പയ്ക്ക ഇഷ്ടമുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. റീസൺ അതിന്റെ കയ്പ തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് കയ്പ ഒട്ടും ഇല്ലാത്ത ഒരു കയ്പ്പയ്ക്ക ഡിഷ് ആയാലോ? അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് കയ്പ്പയ്ക്ക, ഓഫ് കോഴ്സ് കയ്പ്പയ്ക്ക വേണം. അത് അത്യാവശ്യം തിന്നായിട്ട് ഇത്ര തിന്നാവണമെന്നില്ല, അത് അബദ്ധം പറ്റിയതാണ്. ഈ ഒരു കട്ട് ചെയ്ത് വെച്ച് കയ്പ്പയ്ക്ക. പിന്നെ ഇതിലേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി നമ്മൾ എടുക്കുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ. നോർമൽ ചില്ലി പൗഡർ മാത്രമായാലും മതി. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ കളർ വലിയ മാറ്റർ ഒന്നും അല്ലല്ലോ. ഓക്കെ, അപ്പോ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കായംപൊടി, ഉപ്പ്, അതേപോലെ കുനുകുനാന്നരിഞ്ഞ് വെളുത്തുള്ളി, കുറച്ച് കരുവേപ്പില. ഇതാണ് സ്പൈസസ് വേണ്ടത്. പിന്നെ കുറച്ച് നാരങ്ങ നീര് വേണം. പൊടികളായിട്ട്, അതായത് ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള, നമ്മളിത് വറുക്കാനാണ് കേട്ടോ പോണത്. അപ്പൊ മാരിനേറ്റ് ചെയ്യാനുള്ള പൊടികളായിട്ട് കടലപ്പൊടിയും വേണം, അരിപ്പൊടിയും വേണം. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പുട്ടുപൊടി അല്ല കേട്ടോ. ഇപ്പം നമുക്ക് ഒരുവിധം എല്ലാവരും വാങ്ങുന്നതായിരിക്കുമല്ലോ പുട്ടുപൊടിയൊക്കെ. അപ്പൊ വാങ്ങുന്ന പുട്ടുപൊടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭയങ്കര തരിയാ, നമ്മൾ റവ പോലെ ഉണ്ടാവും കാണാൻ. അപ്പം അത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും വേണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കയ്പ്പയ്ക്കയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളും അതുപോലെ തന്നെ സ്പൈസസ് ഇൻക്ലൂഡിങ് നമ്മുടെ കരുവേപ്പിലി, വെള്ളുള്ളി, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നല്ലോണം മാരിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഞാനത് പറയാൻ മറന്നു. ഈ കയ്പ്പയ്ക്ക നമ്മള് കുറച്ച് ഉപ്പും മഞ്ഞളും ഉള്ള, കുറച്ച് നല്ലോണം ഉപ്പിട്ടോളൂ, ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തില് കഴുകാൻ വേണ്ടിയിട്ടേ ഒരു 10 മിനിറ്റെങ്കിലും വെച്ചോളൂ കേട്ടോ. മിനിമം ഒരു 10 മിനിറ്റ് വെച്ചോളൂ. അതിൽ തന്നെ കുറച്ച് കയ്പ്പ് കുറഞ്ഞു കിട്ടും. അപ്പോ ഇത് നല്ലോണം മിക്സ് ആവട്ടെ. ഇതിലേക്ക് എടുത്തു വെച്ച നാരങ്ങ നീര്, അതേപോലെ അതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് എടുത്തു വെക്കാം. അപ്പൊ സംഭവം മാരിനേറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. അപ്പൊ മാരിനേറ്റ് ആയതുകൊണ്ട് ഇതൊരു മിനിമം ഹാഫ് ആൻ അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇത് റെസ്റ്റ് ചെയ്യട്ടെ. ഹാഫ് ആൻ അവറിന് ശേഷം കാണാം. അപ്പൊ ഹാഫ് ആൻ അവർ ആയിട്ട് കേട്ടോ. ഞാൻ എന്താ ഒരു നമ്മുടെ നോൺ സ്റ്റിക് ചീഞ്ചട്ടിയില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് വറുത്ത് തുടങ്ങാം. അപ്പൊ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി തുടങ്ങിയിട്ട്, നല്ലോണം ചൂടായതിനു ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോ നമുക്ക് മാക്സിമം ഓരോന്നോരോന്ന് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. അതായത് ഒന്നിച്ചിടുമ്പളേ ഉള്ളില് കുക്കാവാൻ ടൈം എടുക്കും. അപ്പോ ഓരോന്നോരോന്നായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, അധികം ടൈമൊന്നും എടുക്കില്ല കുക്കാവാൻ. ആയിട്ടുണ്ട്, നമുക്കത് കോരി. ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമുക്ക് അപ്പോ ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. ബാക്കി നിങ്ങൾക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല വെച്ചാൽ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ വേണ്ടത് മാത്രം വറുത്തെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം തിരിച്ചു വരാം. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഒട്ടും കയ്പില്ലാത്ത കയ്പ്പയ്ക്ക ഫ്രൈ. അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യും. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അറിയാത്തവർക്ക് വേണ്ടി പറയാ കേട്ടോ, എക്സ്പീരിയൻസ്ഡ് അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണെ. നമ്മൾ സ്വതവേ നമ്മളിപ്പോ ഓരോ സാധനങ്ങൾ വറക്കുമ്പോൾ നമ്മളിടുന്ന ഉപ്പിനെക്കാട്ടും കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ കയ്പ്പയ്ക്ക ആവുമ്പോൾ. അത് ഉപ്പേരിയാണെങ്കിലും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഡെഫിനറ്റ്ലി ഇഷ്ടാവും. ഇത് നമുക്ക് ചോറിന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണി പലഹാരമൊക്കെ ആയിട്ട് വരെ യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അത്രയും ഒട്ടും കയ്പുണ്ടാവില്ല.
കയ്പയ്ക്കാന്ന് മനസ്സിലാവുക പോലും ഇല്ല. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.